ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് ഹോംമെയ്ഡ് ചിക്കൻ ഷവർമ റോൾ തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവർമ റോളാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബോൺലെസ് ചിക്കൻ എടുത്ത് വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഒലിവ് ഓയിൽ 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചിട്ട് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുക്കാം. നേരത്തെ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്, സോറി. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യണം. നമുക്ക് ഒരു സൈഡ് കുക്കായതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് നീളത്തിലരിഞ്ഞ കാബേജ്, നീളത്തിലരിഞ്ഞ ടൊമാറ്റോ, സീഡ്സ് ഒക്കെ കളയണം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിയില, അതേപോലെ തന്നെ നീളത്തിലരിഞ്ഞ കുക്കമ്പർ, സീഡ്സ് കളയണം. പിന്നെ വേണ്ടത് നീളത്തിലരിഞ്ഞ സവോള, പിന്നെ വേണ്ടത് ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് വേണം. പിന്നെ ഹോം മെയ്ഡ് മയോണൈസ് ആണ് ഇത്, ഗാർലിക് മയോണൈസ് ആണ്, ആവശ്യത്തിന് വേണം. 2 ടേബിൾ സ്പൂൺ തൈര്, കുബൂസ് വേണം. ഇത് നേരത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്, ഇത് നോക്കി ചെയ്താൽ മതി. പിന്നെ നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. അതായത് ആദ്യം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മയോണൈസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഷവർമക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബ്രെഡ് എടുത്ത് വെക്കാം. ഈ ബ്രെഡിലേക്ക് നമുക്ക് മയോണൈസ് സ്പ്രെഡ് ചെയ്യാം. ഇതിന് മുകളിലേക്കായി നമുക്ക് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ഓപ്ഷനിലാണ്. കെച്ചപ്പിന്റെ സ്മെൽ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാതിരിക്കാം. നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം നിരത്തി കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ആണിത്, നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. നമുക്ക് ചിക്കൻ ഇതിന് മുകളിലേക്കായി വെച്ചു കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് വെച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെയാണ് റോൾ ചെയ്തെടുക്കേണ്ടത്. ഒരു ബട്ടർ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് കൊണ്ടോ റോൾ ചെയ്തെടുത്താൽ മതി. ടൂത്ത് പിക്ക് ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതി. ഇനി ഇതുപോലെയാണ് റോൾ ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ഷവർമ റോൾ തയ്യാറായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.